എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്, MBBS MRCP, രജിസ്ട്രേഷൻ നമ്പർ 105050. ഓക്കെ, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ പറയുന്ന മെയിനായിട്ട് കാര്യം ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് ആദ്യം ഇവർ പറഞ്ഞു നമുക്ക് റിസൾട്ട് ഇല്ല. ഇപ്പോൾ ഇവർ പറയുന്നത് റിസൾട്ട് ഉണ്ട്, പക്ഷേ ആ റിസൾട്ട് എന്ന് പറയുന്നത് മിനോക്സിഡിൽ കാരണമാണ് അല്ലെങ്കിൽ PRP കാരണമാണ്. ഒന്നാമത്തെ കാര്യം, PRP കൊണ്ട് ഒരിക്കലും ഒരു മുടി വരില്ല. നിങ്ങൾ PRP കൊണ്ട് മുടി വരുത്തിയ ഏതെങ്കിലും ഒരു ക്ലിനിക്കിനെ ഒന്ന് കാണിച്ചു തന്നാൽ എനിക്കൊന്ന് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ PRP ചെയ്യാത്തത്, മനസ്സിലായോ? ഇവിടെ PRP ചെയ്യാറില്ല. അതിൻ്റെ കാരണം തന്നെ ഇതാണ്. കാരണം മുടിയൊന്നും വരില്ല, പിന്നെ വെറുതെ ചെയ്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട്. പിന്നെ മിനോക്സിഡിൽ കൊണ്ട് വരുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. മിനോക്സിഡിൽ കൊണ്ട് വരുന്നതിന് ഒരു പരിധിയുണ്ട്. അതുമാത്രമല്ല, മിനോക്സിഡിൽ കൊണ്ട് വരുന്നത് തിക്കായിട്ടുള്ള ഹെയർ അല്ല, തിന്നായിട്ടുള്ള ബേബി ഹെയർസ് ആണ് വരിക. അത് പിന്നെ തിക്കാവുക എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അത് കുറേ കാലം അങ്ങനെ ബേബി ഹെയർ ആയിട്ട് നിൽക്കും, അത്ര മാത്രമേ ഉള്ളൂ. അല്ല, തിക്ക് ഹെയർസ് മിനോക്സിഡിൽ കൊണ്ടൊന്നും വരത്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര റിസൾട്ട് കിട്ടുന്നത് എന്ന് ഈ അലിഗേഷൻസ് പറയുന്ന ആൾക്കാർ തന്നെ ബോധിപ്പിക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് ഈ അലിഗേഷൻസ് പറയുമ്പോൾ നിങ്ങൾക്കും കുറേ പ്രേക്ഷകരുണ്ട്. നിങ്ങളെ കാണുന്ന നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. നിങ്ങൾ പറയുന്നത് വേദവാക്യമായിട്ട് എടുക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവരൊക്കെ ശരിക്കും മിസ്അണ്ടർസ്റ്റാൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി പറയുകയാണെങ്കിൽ ദേ ആർ ബീങ് മിസ്ലെഡ്. കാര്യം പറയണേ അങ്ങനെ. ഞാൻ ഇത്രയും നിങ്ങളോട് പറയുള്ളൂ. ഞാൻ നിങ്ങളോട് എതിരെ എന്താ പറയുക, ഒരു ഇതായിട്ട് ഫൈറ്റ്, കോമൺ ഒരു എന്താ പറയുക, ഓപ്പൺ ഫൈറ്റിനൊന്നും വന്നല്ല. നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ, നിങ്ങൾ പറയണം മിനോക്സിഡിൽ കൊണ്ടും PRP കൊണ്ടുമാണ് റിസൾട്ട് വരുന്നു എന്ന് പറയുന്നത് അല്ലേ? ഞങ്ങൾക്ക് അങ്ങനെയാണ് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. എൻ്റെ റിസൾട്ടിൽ ഞാൻ ചെയ്ത ഇത്രയും പേഷ്യൻസിൽ എനിക്കിപ്പോൾ ഒരു എൻ്റെ പേഷ്യൻ്റായിട്ട് കളക്ട് വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ എനിക്കിതിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ റിസൾട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. അതിന് പരിമിതികളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ കളക്ടറൊക്കെ ആണെങ്കിൽ നിങ്ങൾ എനിക്ക് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവൻ്റെ ഈ റിസൾട്ട് കണ്ടോ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അപ്പോഴും ഇതേ കൂട്ടർ പറയും അത് വേറെ എന്തെങ്കിലുമാണ്, ഇതങ്ങനെയാണ്, ഇതിങ്ങനെയാണ് എന്നൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പേഷ്യൻസിൽ ഏറ്റവും എന്താ പറയുക, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു പേഷ്യൻറ്റിനെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. അത് ഒരു കാർഡിയോതൊറാസിക് സർജനാണ്. ആൻഡ് ഓൾസോ ഹീസ് എൻ IMA സെക്രട്ടറി. അപ്പോൾ അത്രയും വലിയൊരു പദവിയിലിരിക്കുന്ന ഒരാൾ ഒരിക്കലും ജെന്യുവിൻ അല്ലാത്ത കാര്യങ്ങൾ പറയില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ റിസൾട്ട്, അതായത് ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മുകളിൽ SCT ചെയ്തിട്ടുണ്ടായ റിസൾട്ട് ഞാനിവിടെ പബ്ലിഷ് ചെയ്തത്. ആദ്യം നിങ്ങൾ ഇദ്ദേഹത്തിനെ കാണുക. ഇങ്ങനെയായിരുന്നു ഇദ്ദേഹം ആദ്യം ട്രാൻസ്പ്ലാന്റേഷന് ഉദ്ദേശിച്ചിരുന്നു. ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ ഇദ്ദേഹത്തിൻ്റെ കോലം ഫുള്ള് ബാൽഡായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഡോണർ ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ ഉണ്ട്. അങ്ങനെ ഡോണർ ഏരിയ ഇതേപോലെ ഡോണർ ഏരിയ ഇവരെടുത്തു. ഡോണർ ഏരിയ എടുത്തപ്പോൾ അവർക്ക് കുറേ ഏരിയ എടുത്തു കഴിഞ്ഞപ്പോൾ ഏരിയ കൂടിപ്പോയി. ഡോണർ സൈഡിൽ കുറച്ച് ഡാമേജസും വന്നു. അവിടുത്തെ ടിഷ്യൂ പിന്നെ ഗ്രോ ആവുന്നില്ല. അത് പിന്നെ കവർ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കാർ ഫോർമേഷൻ വഴിയാണ്. ഓരോരോ സ്കാർ, മുറിവായതിൻ്റെ പാട് കാരണം അവിടെ ആ പാട് വരും, ആ ഏരിയയിൽ മുടിവില്ല. അങ്ങനെയായിരുന്നു ആ ഡോണർ ഏരിയ വന്നിരുന്നത്. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഡോണർ ഏരിയ നിങ്ങൾ കണ്ടു ഇല്ലേ? ഇതായിരുന്നു ഡോണർ ഏരിയ. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് പുള്ളി ഫുള്ള് ബാൽഡായിരുന്നു എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് പുള്ളിക്കുള്ള ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. ഇതായിരുന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ റിസൾട്ട്. ഓക്കെ, ഇവർ തന്നെ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ക്ലിനിക്ക് പറഞ്ഞു നമുക്ക് ഒന്നും കൂടി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം 1 കൊല്ലം കഴിഞ്ഞിട്ട്, അപ്പോൾ വരിക. അതുവരെ ആസ് യൂഷ്വൽ എല്ലാ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കുകൾ പറയുന്ന പോലെയും കാര്യങ്ങൾ കൊണ്ടുപോയി. പക്ഷേ ഇദ്ദേഹം ഒരു കാർഡിയോതൊറാസിക് സർജനാണ്. ഇദ്ദേഹത്തിന് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ എപ്പോഴും ക്യാപ്പ് ധരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ക്യാപ്പൊക്കെ ധരിക്കുമ്പോൾ ക്യാപ്പ് ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ ബാക്ക് വളരെ എന്താ പറയുക, ഒരു വൃത്തികേടായിട്ട് കാണാൻ തുടങ്ങി. കാരണം ഇവിടെ ഹെയർ ഗ്രോ ആവുന്നില്ല. അപ്പോഴാണ് പുള്ളിയുടെ ഫ്രണ്ട് ത്രൂ ഞാൻ പണ്ട് KMCTയിൽ വർക്ക് ചെയ്തത് ആ ഒരു ഇതിൽ പുള്ളി എന്നെ കാണാൻ വന്നു. ഞാനങ്ങനെ പുള്ളീനെ ബാക്ക് ഏരിയ ആദ്യം SCT ചെയ്ത് കൊടുത്തു. പുള്ളീനെ ബാക്ക് ഏരിയ SCT ചെയ്ത് കൊടുത്തപ്പോൾ പുള്ളിക്ക് നല്ല റിസൾട്ട് വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഏരിയയും കൂടി ഒന്ന് ചെയ്തു തരും, നോക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഫോളിക്കിൾസ് ഉണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ ഇത്രയും എന്താ പറയുക, അത്രയും കവർ ആവൂ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം പുള്ളിക്ക് ഏകദേശം 42 ഇയേഴ്സേ ഉള്ളൂ. ഏജ് വലിയ പ്രശ്നമില്ല, ബട്ട് ദ ഏരിയ ഈസ് വെരി ബിഗ്. അപ്പോൾ അത് മാത്രമല്ല, ട്രാൻസ്പ്ലാന്റഡ് ഹെയറിൻ്റെ ആ ഒരു കട്ടിയിലും വരണം, എന്നാലേ അത് വൃത്തികേടില്ലാതെ നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ സാറ് ആണെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ അതും ചെയ്തു കൊടുത്തു. അങ്ങനെ 2 സിറ്റിങ് പ്ലസ് ഒരു ബൂസ്റ്റർ ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഞാൻ ഈ അലിഗേഷൻസ് പറയുന്ന ആളുകളെ കാണിച്ചു തരാം. ഓക്കെ,
നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ അതുകൊണ്ട് ഇതൊന്നും കാണില്ല, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കില്ല, വെറുതെ വിമർശിച്ചുകൊണ്ടിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ ആരെങ്കിലും ഈ വീഡിയോ മുഴുവൻ കാണാൻ തയ്യാറാവുണ്ടെങ്കിൽ അവർ കാണട്ടെ എന്ന് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫൈനലായിട്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഫെയിൽഡ് ട്രാൻസ്പ്ലാന്റേഷൻ, ഫെയിൽഡ് എന്ന് പറയാൻ പറ്റില്ല, ട്രാൻസ്പ്ലാന്റേഷൻ പ്രോപ്പർ അല്ലാതെ ഇരുന്നിട്ട് ബാക്കി ഏരിയ ഇഷ്ടംപോലെ കവർ ചെയ്യാണ്ടായിട്ട് പോലും ഞങ്ങൾ SCT ചെയ്തിട്ട് ഇദ്ദേഹത്തിന് വന്ന മാറ്റാണ്. ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്താലും അതിൽ അലിഗേഷൻസ് കാണുന്ന കുറച്ച് കൂട്ടരുണ്ട്. ഇപ്പോൾ കാണിച്ച റിസൾട്ട്, ഞങ്ങൾ വരുത്തിയ റിസൾട്ട്, ഇത് നിങ്ങൾക്ക് മിനോക്സിൽ കൊണ്ടും PRP കൊണ്ടും വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം വിമർശിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ, അതെന്താണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കി, അതേപോലെ തന്നെ നിങ്ങൾക്കും പരീക്ഷിക്കാമല്ലോ. നിങ്ങൾ എന്തിനു ഈ എലിഗേഷൻസ് നെഗറ്റീവ് മാത്രം കാണുന്നു? നിങ്ങൾക്കും ചെയ്യാം, പോസിറ്റീവായിട്ട് നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ PRP മിനോക്സിലോ ചെയ്യണമെങ്കിൽ നിങ്ങളും അത് ചെയ്യും, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാമല്ലോ. എത്രയോ ആളുകൾ, പാവങ്ങൾ, പൈസ ഇല്ലാതെ എന്തിനാ ട്രാൻസ്പ്ലാന്റേഷന് വിട്ട്, നിങ്ങൾക്ക് എന്നെ പോലെ റിസൾട്ട് ഉണ്ടാക്കിക്കൂടെ? അതെന്താ നിങ്ങൾ ചെയ്യാത്തത്? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യം ചെയ്യുന്നില്ല? അതും കൂടി ഒന്ന് പറയാം. ആദ്യം നിങ്ങൾ PRP എന്താണെന്ന് പഠിക്കുക. അതെന്താണ് PRP കൊണ്ട് എത്രമാത്രം റിസൾട്ട് കിട്ടും, അതേപോലെ തന്നെ മിനോക്സിൽ കൊണ്ട് എത്രമാത്രം റിസൾട്ട് കിട്ടും എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട്, എന്നിട്ട് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റായിട്ട് കമ്പയർ ചെയ്യും. അതായത് ഈ റിസൾട്ട് നിങ്ങൾക്ക് ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഞങ്ങൾക്ക് വരുത്താൻ പറ്റുന്നത് നിങ്ങൾ പറയുന്നത് PRP കൊണ്ടും മിനോക്സിൽ കൊണ്ടും ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്തൂടെ? എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ എല്ലാവരെയും ട്രാൻസ്പ്ലാന്റേഷനിലോട്ട് വിടുന്നത്? അത് ട്രാൻസ്പ്ലാന്റേഷനിൽ കൂടുതൽ പൈസ കിട്ടും അതുകൊണ്ടാണോ? അല്ലല്ലോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ? നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ പേഷ്യൻസിനെ ഏറ്റവും നല്ല രീതിയിൽ സെർവ് ചെയ്യണം എന്നായിരിക്കുമല്ലോ ഏതൊരു സ്ഥാപനം വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്തുകൂടെ? നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് ചെയ്യണില്ല? നിങ്ങൾ മിനോക്സിൽ എഴുതാത്ത ആൾക്കാരൊന്നല്ലല്ലോ, എഴുതുന്നുണ്ടല്ലോ മിനോക്സിലൊക്കെ എല്ലാവർക്കും. പിന്നെ എന്തുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വരുത്തുന്നില്ല? നിങ്ങൾക്ക് അറിയുന്ന കേസാണെങ്കിൽ. ഇത് ചിന്തിക്കേണ്ടത് അവരല്ല, ഇത് ചിന്തിക്കേണ്ടത് എന്നെ കാണുന്ന പ്രേക്ഷകരാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ട്രീറ്റ്മെൻറ്റ് അവർ പറയുന്ന പോലെ മിനോക്സിലും PRP ആണെങ്കിൽ ഈ റിസൾട്ട് എങ്ങനെ കിട്ടി? അത് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ അല്ല, അത് നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യനാണ്. താങ്ക് യു.